LDC എറണാകുളം വയനാട് 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ 1ഉം 3ഉമാണ്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്ക് ശേഷം പ്രളയം. ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടവയാണ്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്ക് ശേഷം പ്രളയം എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മ. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മ. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയല്ലാത്ത ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. അടുത്തത് മഹാത്മാഗാന്ധിയെ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് 1, 2, 3 ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായവ സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നിവയും എനിക്ക് ശേഷം പ്രളയം ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന മഹാരാജ കേരളവർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെന്ന് വെച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇൻസാറ്റ് 3DS. ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരി കുന്നാണ്. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരി കുന്നാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്തയാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മനു ഭാക്കർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിത്തന്ന താരം മനു ഭാക്കർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് 2ആണ്. അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ളവ ഏതൊക്കെയാണ്? മഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് ഇന്ത്യ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യ ഉദാരവൽക്കരണത്തിന് കാരണമായത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ പറയുന്ന ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളാണ്. അപ്പം ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട് സേവിംഗ് ബാങ്കുകൾ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളുണ്ട്, ഇൻഷുറൻസ് ബാങ്കുകളുണ്ട്, മ്യൂച്വൽ സേവിംഗ് ബാങ്കുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 2, 3 ഇവ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിൻ്റെയും പയറുവർഗ്ഗത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യയുടെ എത്രാമത്തെ സ്ഥാനമാണ്? 1ാം സ്ഥാനമാണ്. അടുത്ത 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 312.
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ പട്ടിക. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ പട്ടികയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത താഴെ പറയുന്ന ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്ന ഏതാണ്? 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉപദേശ സ്വഭാവമുള്ളതാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അപ്പോൾ 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവമുള്ളതാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവന ശരിയായത്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവന ശരിയായത് 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അപ്പം ദേശീയ പിന്നോക്ക വിഭാഗത്തെക്കുറിച്ചുള്ള 1993 രൂപീകൃതമായ 102ാം ഭരണഘടനാ ഭേദഗതിയിലുള്ള ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് ശ്രീ കിഷോർ മക്വാന. കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത എന്ന് വെച്ചാൽ പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടന 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമവേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കേരള ഗവൺമെൻറ്റിനാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്ന ഏത് ആകുന്നു? ഷാബാനു കേസാണ്. ഷാബാനു കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു, പ്രകൃതി ദുരന്ത സാധ്യത മേഖലകൾ നിർണ്ണയിക്കുന്നു, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ? ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. സമൂഹത്തിൻ്റെ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈൻ കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ആണ് കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവയുടെ ധർമ്മങ്ങളും നിർണ്ണയിക്കുന്നു. അവയെ ശരിയല്ലാത്ത പ്രസ്താവന 3, 4 എന്നിവയാണ് ശരിയല്ലാത്ത പ്രസ്താവന. സെറിബെല്ലം ശരീരത്തിന് തുലനില പാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. ജീവകങ്ങൾ അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയെ ശരിയായ ജോഡി എന്ന് പറയുന്നത് A എന്ന് വെച്ചാൽ നിശാന്തത, B നയൻ ബെർബറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൻഡ് ബൂട്ട് മൗത്ത് ഡിസീസസിന് കാരണമായ രോഗാണുവാണ് വൈറസ്. ഹാൻഡ് ബൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി ശ്വാസകോശത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? എലിപ്പനി, ഡിഫ്തീരിയ ആണ്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി നയനാമൃതം പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്? വരൾച്ചയാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് IIT മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരുന്ന പ്രസ്താവന ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Pക്ക് 450 cm3 വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Qന്
300 cm3 വ്യാപ്തമുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m3 ആണ്. ഈ 2 പാക്കറ്റുകളും ജലത്തിലിട്ട പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്ത പ്രസ്താവനകൾ പരിശോധിക്കുക. 1ഉം 2ഉം ശരിയാണ്. ശബ്ദത്തിൻ്റെ കോശം മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. അടുത്ത ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആണ്. രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. 7.4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസർ. ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. നന്ദന എന്ന തൂലിക നാമത്തെ അറിയപ്പെടുന്ന PC ഗോപാലൻ. തന്നതില്ല പരനുള്ളിൽ കാട്ടുവാൻ ഒന്നുമേനൊരു ഉപായം ഈശ്വരൻ. കുമാരനാശൻ നളിനിയിലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ 98. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. 2020 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി K. രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസസ് ആണ് NIC. IoT എന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഒരാക്കിൾ ആണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് WAN ആണ്. ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഗാർഹികപീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകളാണ് സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന പ്രസിഡന്റാണ്. താഴെ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പുതിയതായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇ-കൊമേഴ്സ്, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം.